أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ ഖുതുബയിൽ അവസാനമായി ഈ ഉമ്മത്തിന് നൽകിയ ചില ഉപദേശങ്ങളും വസിയത്തുകളുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു. ഒമ്പതാമത്തെ വർഷം ഹിജ്റ 10-ാം വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ തയ്യാറായി. അതിന്റെ മുമ്പ് അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും അവരുടെ കീഴിലായിരുന്നു മുഅ്മിനീങ്ങൾ ഹജ്ജ് ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒറ്റ ഒരു ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹിജ്റ 10-ാം വർഷം വിളംബരം ചെയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പുറപ്പെടുകയാണ്. ഇസ്ലാമിക ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മദീനയിലേക്ക് ആൾക്കാർ എത്തി റസൂലിന്റെ കൂടെ ഹജ്ജിന് പോകാൻ. അതിന്റെ മുമ്പ് അവർ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. ചെറിയവരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്യേണ്ട ആ താല്പര്യത്തിൽ ഒരുമിച്ച് പോയി. സഹാബി ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ആരംഭിക്കുന്നത് മുതൽ ഹജ്ജും കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് മടങ്ങുന്നത് വരെയുള്ള പൂർണ്ണമായ വലിയ ദീർഘമായ ഒരു ഹദീസ്. ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വാ എന്ന പേരിൽ ഒട്ടകപ്പുറത്ത് കയറി മദീനയിൽ നിന്നും യാത്ര ആരംഭിച്ചു. 100,000-ൽ പരം സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു ഹജ്ജിന് വേണ്ടിയിട്ട്. ജാബിർ റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെ റസൂലിന്റെ ഒട്ടകം ഒരു ഉയർന്ന പ്രദേശത്തെത്തിയപ്പോൾ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വലതു ഭാഗത്തേക്ക് നോക്കി. എന്റെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സഹാബാക്കളെ ഞാൻ കണ്ടു, വാഹനപ്പുറത്തായിട്ടും കാൽനടയായിട്ടും. ഇടതുഭാഗത്തും അതേപോലെ, മുൻഭാഗത്തും അതേപോലെ, പിറകിലും അതേപോലെ. വറസൂലുള്ളാഹി ബൈന അദ്ഹുരിനാ, അല്ലാഹുവിന്റെ റസൂല് നമുക്ക് നടുവിലായിരുന്നു. റസൂലിന്റെ 4 ഭാഗത്തും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സഹാബാക്കളാണ്. റസൂലിന്റെ കൂടെ പ്രധാനപ്പെട്ട സഹാബാക്കളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യം പറയുമ്പോഴും അത് ശ്രദ്ധിച്ച് കേട്ട് ആ 100,000-ൽ പരം സഹാബാക്കൾ അതേപോലെ ചെയ്യും. വഅലൈഹി യൻസിലുൽ ഖുർആൻ, ആ യാത്രയിൽ ഉടനീളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നുകൊണ്ടേയിരുന്നു. അവസാന നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. റസൂൽ ആ വഹി അനുസരിച്ച് അമൽ ചെയ്യും. ആ 100,000-ൽ പരം സഹാബാക്കൾ റസൂലിനെ നോക്കി അതേപോലെ ചെയ്യും. ആ യാത്ര മധ്യയിൽ റസൂൽ ഇടക്കിടക്ക് പറയുമായിരുന്നു, അയ്യുഹന്നാസ് ഇസ്മഉ വഅഖിലു, സഹാബാക്കളെ നിങ്ങൾ എന്നെ കേൾക്കണം, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, എന്നെ മനസ്സിലാക്കണം. ഖുദു അന്നി മനാസികകും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം, കണ്ട് മനസ്സിലാക്കണം. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ചിലപ്പോൾ അടുത്ത വർഷം എനിക്ക് നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, പഠിക്കണം. അങ്ങനെ പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ആരംഭിക്കുന്നതും യാത്രയിൽ ഇടക്കിടക്ക് സഹാബാക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി ഹജ്ജ് ആരംഭിച്ചു. അറഫയിൽ
എല്ലാ സഹാബാക്കളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവിടുന്ന് നടത്തിയ ചില ഉപദേശങ്ങളും വസീയത്തുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുടങ്ങുന്നത് ഇന്ന ദിമാഅകും വ അംവാലകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. ഇന്ന ദിമാഅകും, നിങ്ങളുടെ ശരീരം, മുഅ്മിനീങ്ങളുടെ ശരീരം, വ അംവാലകും, അവരുടെ സമ്പത്തും, ചില റിവായത്തുകളിൽ വ അഅറാദകും, അവരുടെ അഭിമാനവും, ഹറാമുൻ അലൈക്കും, നിങ്ങൾക്കിടയിൽ പവിത്രമാക്കപ്പെട്ടതാവുന്നു, കഹുർമതി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, അറഫ ദിവസത്തിന്റെ പവിത്രത പോലെ, വഫീ ശഹരിക്കും ഹാദാ, ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ, വഫീ ബലദിക്കും ഹാദാ, മക്കത്തുൽ മുകറമയുടെ പവിത്രത പോലെ. ആദ്യം പറഞ്ഞ വാക്കുകൾ ഈ 3 കാര്യങ്ങളാണ് മുസ്ലിമീങ്ങൾ പരസ്പരം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അഥവാ ആ ഒരു ഖുതുബയിൽ സാമൂഹികമായിട്ടും ഓരോ വ്യക്തികൾ ചെയ്യേണ്ടതും കുടുംബവും വൈവാഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായതും എല്ലാ മേഖലയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ തുടക്കം മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ പരസ്പരം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും പവിത്രമാക്കപ്പെട്ടതാണ്. അതിന് നിങ്ങൾ കളങ്കം വരുത്തിക്കൂടാ. മുഅ്മിനിന്റെ അഭിമാനത്തിന് വിലയുണ്ട്. ഒരിക്കലും മറ്റൊരു സഹോദരന്റെ അഭിമാനത്തിൽ നമ്മൾ കളങ്കം വരുത്താൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു, അവർ ഒരിക്കലും പരസ്പരം ഉപദ്രവിക്കുകയില്ല, ആക്രമിക്കുകയില്ല, മറ്റുള്ളവർക്ക് പ്രയാസം എത്തിക്കൂല. വലാ യുസ്ലിമുഹു, തന്റെ സഹോദരനായ മുസ്ലിമിനെ ശത്രുക്കളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യൂല. മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി, ആരെങ്കിലും മുസ്ലിമായ സഹോദരന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്താൽ കാന അല്ലാഹു ഫീ ഹാജതി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കും. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ മിൻ കുറബി ദുനിയ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഒരു മുസ്ലിമായ സഹോദരൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രയാസം ആരെങ്കിലും നീക്കിക്കൊടുത്താൽ, ആ ബുദ്ധിമുട്ട് നീക്കിക്കൊടുത്താൽ, ഖിയാമത്ത് നാളിൽ ഇവനിക്കുള്ള പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കും. വമൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ, ആരെങ്കിലും ഒരു മുസ്ലിമായ സഹോദരന്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ, അവന്റെ അഭിമാനത്തിനെ സംരക്ഷിച്ച് അവന്റെ ന്യൂനതകൾ ആരെങ്കിലും മറച്ചു വെച്ചാൽ, ഇവന്റെ ന്യൂനതകൾ ഖിയാമത്ത് നാളിൽ അല്ലാഹു മറച്ചു വെക്കും. അല്ലാഹു മറച്ചു വെക്കും എന്ന് പറഞ്ഞ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും. അപ്പം പ്രിയമുള്ളവരെ, നമ്മൾ പരസ്പരം ഒരു ബന്ധമുണ്ട്, നമ്മൾ സഹോദരന്മാരാണ്. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ സഹോദര്യത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. ആ ഒരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഖുതുബയിൽ ഈ ഉമ്മത്തിന് നൽകിയ വലിയൊരു വസിയത്താണത്. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായിരിക്കണം, അവർ ഭിന്നിക്കരുത്, പരസ്പരം സഹോദര്യം കാത്തു സൂക്ഷിക്കണം. ഖുർആൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്, അവർ ഒരിക്കലും ഭിന്നിക്കരുത്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച് ഏക പൗമായിട്ട് നിങ്ങൾ ഒന്നിച്ചിരിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്, ശിഥിലമാകരുത്. അത് നിങ്ങളുടെ ശത്രുക്കൾക്ക് എളുപ്പമാക്കി തരും. നമുക്കറിയാം, സ്പെയിൻ ആദ്യം മുസ്ലിം രാജ്യമായിരുന്നു. സ്പെയിനിന്റെ പതനം സംഭവിക്കാൻ ഏറ്റവും വലിയ കാരണം മുസ്ലിമീങ്ങൾ പരസ്പരം തർക്കത്തിലായി, അവർ ഭിന്നാഭിപ്രായക്കാരായി, അവർ ചേരിതിരിഞ്ഞ് പരസ്പരം ആക്ഷേപിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. അത് ശത്രുക്കൾക്ക് എളുപ്പമായിരുന്നു. അങ്ങനെയാണ് സ്പെയിൻ ദുരന്തം ഉണ്ടാകുന്നത്. ഇസ്ലാമിന്റെ കയ്യിൽ നിന്നും സ്പെയിൻ ഇല്ലാതാകുന്നത് ആ ഒരു കാരണത്തിലൂടെയാണ്. പ്രിയമുള്ളവരെ,
ഇസ്ലാമിക സാഹോദര്യം മുറുകെ പിടിക്കുക. ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ളാറ മുസ്ലിമൻ ളാറല്ലാഹു അലൈഹി. ആരെങ്കിലും ഒരു മുസ്ലിമിനെ പ്രയാസപ്പെടുത്തിയാൽ, ബുദ്ധിമുട്ടിച്ചാൽ, ളാറല്ലാഹു അലൈഹി, അല്ലാഹു അവനെ ബുദ്ധിമുട്ടിക്കും. അല്ലാതെ ഹദീസാണ്. വമൻ ശാഖ മുസ്ലിമൻ ശാഖല്ലാഹു ലഹു. ആരെങ്കിലും ഒരു മുസ്ലിമിന് എന്തെങ്കിലും ഉപദ്രവം ഏൽപ്പിച്ചാൽ, ശാഖല്ലാഹു ലഹു, അല്ലാഹു അവനെ ഉപദ്രവം ഏൽപ്പിക്കും. അപ്പൊ മുഅ്മിനീങ്ങൾ പരസ്പരം വലിയ ബാധ്യതകളുണ്ട്. സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ടവരാണ് അവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് സഹാബാക്കളോട് ചോദിച്ചു, അതദ്റൂന മനിൽ മുഫ്ലിസ്. സഹാബാക്കളെ, മുഫ്ലിസ് ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? സഹാബാക്കൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന മൻ ലാ ദിർഹമ ലഹു വലാ മതാ. നമ്മുടെ ഇടയിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ദിർഹമോ ദീനാറോ അധികം കൈകളിൽ ഇല്ലാത്ത ഫഖീറായ ആൾക്കാർക്ക് നമ്മൾ മുഫ്ലിസ് എന്ന് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. അതായത് റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് എന്നാല് ഒരു വിഭാഗം ആൾക്കാരാണ്. അവര് ഖിയാമത്ത് നാളിൽ ധാരാളം അമലുകളുമായിട്ട് വരും. എന്നിട്ട് അള്ളാന്റെ മുമ്പിൽ വലിയ പ്രതീക്ഷയോടെ അള്ളാന്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടി നിൽക്കും. വലിയ പ്രതീക്ഷ. കാരണം ഈ അമലുകളൊക്കെ കൊടുത്ത് പകരം സ്വർഗം നേടിയെടുക്കണമെന്ന ആഗ്രഹത്താലും ആശയാലും ആ അടിമ വന്ന് നിൽക്കും അള്ളാന്റെ മുമ്പിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമയത്ത് വയഅതി, പരാതിക്കാർ അള്ളാന്റെ അടുക്കലേക്ക് വരും. പരാതി പറയും, അല്ലാഹുവേ, ഇവൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, വഖദഫ ഹാദാ, ഇവൻ എനിക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഅകല മാല ഹാദാ, ഇവൻ എന്റെ സമ്പത്ത് അന്യായമായി അപഹരിച്ചിട്ടുണ്ട്, വസഫക ദമ ഹാദാ, ഇവൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ പല പരാതിക്കാരും അവന്റെ അടുക്കലേക്ക് വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവൻ ഈ കൊണ്ടുവന്ന അമലുകൾ അല്ലാഹു ആ പരാതിക്കാർക്കിടയിൽ ഓഹരി വെച്ച് നൽകും, അവരുടെ പരാതിയുടെ തോതനുസരിച്ച്. ഫഇൻ ഫനിയത് ഹസനാതുഹു ഖബ്ല അൻ യുഖ്ദാ മാ അലൈഹി. ഇനി ഇവൻ കൊണ്ടുവന്ന അമലുകൾ തീർന്നു പോകും, പക്ഷെ അവന്റെ എതിരെയുള്ള പരാതികൾ ബാക്കിയായിരിക്കും. ആ ഒരു അവസ്ഥ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരാതിക്കാരുടെ തിന്മകൾ അത് ഇവന്റെ മേൽ ചാർത്തപ്പെടും. ഫതുരിഹത അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ. അവസാനം ആ പരാതിക്കാരുടെ തിന്മകളും ഏറ്റെടുത്ത് ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അത് പ്രിയമുള്ളവരെ, നമ്മൾ സ്വയം എത്ര നന്നായാലും നമ്മുടെ ഇടപാടുകൾ നന്നാക്കണം, നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കണം. നമ്മളാൽ മറ്റൊരാൾ പ്രയാസപ്പെടാൻ പാടില്ല. നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മുഅ്മിനീങ്ങളായ മറ്റൊരാൾക്ക് വേദന ഉണ്ടാകാൻ പാടില്ല, പ്രയാസം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ആഖിറത്തിൽ അതിന് വലിയ വില നൽകേണ്ടി വരും. അപ്പം ആ ഒരു സാഹോദര്യം നമ്മൾ കാത്തു സൂക്ഷിക്കുക, സ്നേഹത്തിലും ഐക്യത്തിലും നമ്മൾ ജീവിക്കുക മുവഹിദീങ്ങൾ. ഇതാണ് ആദ്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാമത്തത് നമ്മുടെ സാമ്പത്തിക മേഖലയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരിബൽ ജാഹിലിയ്യതി മൗദൂഉ. ജാഹിലിയ കാലത്ത് നടമാടിയിരുന്ന റിബ, പലിശ സമ്പ്രദായം ഞാനിതാ ഇല്ലാതാക്കിയിരിക്കുന്നു. വഅവ്വലു റിബൻ അളഉ റിബാന റിബ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ഇപ്പം നിലവിലുള്ള പലിശ സമ്പ്രദായത്തിൽ നിന്ന് ഞാൻ ആദ്യമായി ഇല്ലാതാക്കുന്നത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശ സമ്പ്രദായമാണ്. അദ്ദേഹം പലിശ കച്ചവടക്കാരനായിരുന്നു, സൂനിയുടെ മുത്താപ്പ. ആദ്യമായി ആ പലിശ ഇല്ലാതാക്കി. ആരും പലിശ എന്ന രീതിയിൽ അദ്ദേഹത്തിന് സമ്പത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഖിയാമത്ത് നാൾ വരേക്കും ആ പലിശ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കി. ഫഇന്നഹു മൗദൂഉൻ കുല്ലു. പലിശ എല്ലാ രീതിയിലുള്ള പലിശയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഈ ഉമ്മത്തിന് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക മേഖല വളരെ ശുദ്ധീകരിക്കണം. നമ്മൾ കഴിഞ്ഞ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ സൂചിപ്പിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത ബിസുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമായി ഭക്ഷിച്ചുകൊണ്ടുള്ള തടിച്ചു കൊഴുത്ത ശരീരം
ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അതിന് ഏറ്റവും യോജിച്ചത്. നമ്മുടെ കച്ചവടങ്ങള്, നമ്മുടെ ഇടപാടുകള്, നമ്മുടെ ജോലി സമയങ്ങള്, അതൊക്കെ വളരെ കൃത്യമായിരിക്കണം. ജോലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ പരിചയപ്പെടുത്തിയ 2 വിശേഷണങ്ങളാണ്. കവിയായിരിക്കണം, അമീനായിരിക്കണം. മൂസാ നബി അലൈഹിസ്സലാമിനെ പേടിച്ച് നാടുവിട്ടിടത്തുനിന്ന് ആ 2 പെൺമക്കളെ ഉപ്പ ഷുഐബ് അദ്ദേഹത്തിന് ഒരു മകളെ കെട്ടിച്ചു കൊടുക്കുകയും പകരം മഹറായിട്ട് അവിടെ ജോലി കൊടുക്കുകയും ചെയ്തു. അപ്പം പറഞ്ഞൊരു കാരണം, അദ്ദേഹം കവിയാണ്, അമീനാണ്, ശക്തനാണ്, അതേപോലെ തന്നെ വിശ്വസ്തനുമാണ്. നമ്മുടെ ജോലിയിൽ, നമ്മുടെ കച്ചവടത്തിലാണെങ്കിലും മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഈ 2 വിശേഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ ഹറാമുകൾ വരും. നമ്മൾ കഴിയുന്ന ജോലി ഏറ്റെടുക്കണം, കവിയായിരിക്കണം, നമുക്കറിയുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി നമ്മൾ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ അമീനും, വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്. ഒരിക്കലും ജോലിയിൽ നമ്മൾ വഞ്ചന കാണിക്കരുത്. നമ്മൾ മറ്റൊരാൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജോലി സമയം അത് ശ്രദ്ധിക്കണം. ചെയ്യേണ്ട ജോലികൾ എന്ത്, അത് ശ്രദ്ധിക്കണം. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യരുത്. കാരണം അത് നമ്മുടെ സമ്പത്തിനെ ബാധിക്കും. നമ്മുടെ സമ്പത്ത് അമാനത്താണ്, നമ്മുടെ ജോലി അമാനത്താണ്. അമാനത്തായ രൂപത്തിൽ നമ്മുടെ ജോലി നമ്മൾ പൂർത്തീകരിക്കണം. അപ്പൊ ഈ 2 വിശേഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒന്ന് ചോദിച്ചു, അയ്യുൽ കസ്ബി അത്യബു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഏറ്റവും വലിയ, ഏറ്റവും നല്ല, ശുദ്ധമായ, പരിശുദ്ധമായ സമ്പാദന മാർഗം ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലു റജുലി ബിയദിഹി, ഒരാൾ തന്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ച്, സ്വന്തം അധ്വാനിച്ച് ഉണ്ടാക്കുന്ന സമ്പത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടിമകൾക്ക് വ്യത്യസ്തമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്, വ്യത്യസ്തമായ ആരോഗ്യം നൽകിയിട്ടുണ്ട്. അപ്പൊ ആ കഴിവും ആരോഗ്യവും ബുദ്ധിയും ഉപയോഗിച്ച് അവൻ സമ്പാദിക്കുക. മറ്റൊരാളെ വഞ്ചിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. സത്യസന്ധമായി അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത്, അതിൽ അള്ളാഹു ബർക്കത്ത് തരും. അതാണ് ഏറ്റവും പരിശുദ്ധമായ സമ്പാദന രീതി. രണ്ടാമത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു ബൈഇൻ മബ്റൂർ, വഞ്ചനയും ചതിയും ഇല്ലാത്ത സത്യസന്ധമായ കച്ചവടം. ഈ 2 രീതിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പാദിക്കാൻ നമുക്ക് പറഞ്ഞത് ഏറ്റവും നല്ലത്. അപ്പൊ ആ ഒരു രീതി നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ ഇടപാടിലും ജോലിയിലും കച്ചവടത്തിലും ഒക്കെ സത്യസന്ധത പുലർത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയ വസിയ്യത്താണ് സത്യസന്ധത പാലിക്കാൻ. മൂന്നാമതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മുടെ കുടുംബപരമായ ജീവിതത്തെ സംബന്ധിച്ച ഹജ്ജത്തുൽ വദാഇന്റെ ഖുത്ബയിൽ 1,00,000-ൽ പരം സഹാബാക്കളെ സാക്ഷി നിർത്തി അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിന് ഉപദേശിച്ചത് നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, അതാണ് അടിത്തറ. നമ്മുടെ വൈവാഹിക ജീവിതത്തിലുള്ള ബന്ധം, ഭാര്യാഭർത്ത ബന്ധം, അത് ഉമ്മത്തിന്റെ അടിത്തറയാണ്. ആ ബന്ധത്തിലൂടെയാണ് നല്ലൊരു കുടുംബം ഉണ്ടാകുന്നത്. ആ നല്ലൊരു കുടുംബമാണ് പിന്നീട് ഒരു നല്ല സമുദായമായി മാറുന്നത്. ഉമ്മത്തിന്റെ അടിത്തറ പരസ്പര ദാമ്പത്യത്തിലുള്ള വിശ്വസ്തതയും സത്യസന്ധതയുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിൻ നിസാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വല്ലാത്ത വാക്കാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിന് വലിയ ഉപദേശമായി സ്വീകരിക്കാൻ പറ്റിയ ഉപദേശമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഫത്തഖുല്ലാഹ ഫിൻ നിസാ, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അത് ഏത് മേഖലയിലും ഭാര്യമാരുടെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാഹ്, കാരണം അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ടാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത്, ഇണയായി സ്വീകരിച്ചത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അവർ നിങ്ങൾക്ക് അനുവദനീയമായത്, ഹലാലായത് അള്ളാഹുവിന്റെ കലിമത്തിനെ മുൻനിർത്തിയിട്ടാണ്. നിങ്ങൾ ബിസ്മി പറഞ്ഞിട്ടാണ് നിക്കാഹ് ചെയ്ത് അവർ ഹലാലാക്കി എടുത്തത്. അതുകൊണ്ട് ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവരോട് നീതി കാണിക്കുക, അവരെ സ്നേഹിക്കുക, എല്ലാ രീതിയിലും അവരെ പരിഗണിക്കുക,
സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഹക്കുകൾ പറയുന്നുണ്ട്. അതിൽ പെണ്ണിനോടുള്ളൊരു റസൂലിന്റെ വസിയത്താണ്, ലാ യഹില്ലു ലിൽ മർഅതി അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി. തന്റെ ഭർത്താവ് കൂടെ ഉണ്ടാകുമ്പോ ആ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു പെണ്ണ് സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല. അത്രയും ഹക്കുണ്ട് ഭർത്താവിനോട്. കാരണം സുന്നത്തായ അമലുകളെക്കാൾ അവൾ മുന്തിക്കേണ്ടത് തന്റെ ഭർത്താവിനോടുള്ള കടമകളാണ്. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബി ഷാമിലേക്ക് യാത്ര പോയി. എന്നിട്ട് തിരിച്ചു വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ തലകുനിച്ചു നിന്നു. അല്ലാഹു റസൂൽ വല്ലാതെ ദേഷ്യപ്പെട്ടു. എന്താണ് ഇനി ചെയ്യുന്നത്? അപ്പൊ സഹാബി പറഞ്ഞു, അല്ലാഹു റസൂലേ, ഞാൻ ഷാമിൽ പോയപ്പോ അവിടുത്തെ ആൾക്കാർ അവരുടെ രാജാക്കന്മാർക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായിട്ട്, തലകുനിച്ച് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതെനിക്ക് വല്ലാത്ത ഒരു നല്ല കാര്യമായി തോന്നി. അപ്പൊ താങ്കളാണല്ലോ ഏറ്റവും അർഹൻ, അവരെക്കാൾ അർഹൻ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി സഹാബിയെ. ദേഷ്യം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിമകളോട് അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരോട് അവരുടെ ഭർത്താക്കന്മാർക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അഥവാ റസൂലിന് പോലും അവകാശപ്പെടാത്തത് ആർക്കുണ്ട്? ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത്രയും ഹക്കുണ്ട് ഭർത്താക്കന്മാരോട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, വലാ തഅ്ദന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നി. അവന്റെ അനുവാദമില്ലാതെ ഒരാളെയും അവന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. അത് ഇവളുടെ ഉപ്പയാണെങ്കിലും ഇവളുടെ സഹോദരന്മാരാണെങ്കിലും ഇവളുടെ അടുത്ത കുടുംബക്കാരാണെങ്കിലും ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുത്. അതുപോലെ തന്നെ വമാ അൻഫഖത് മിൻ നഫഖത്തിൻ അൻ ഗൈരി അംരി. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഭർത്താവിന്റെ അറിവില്ലാതെ ഇവളുടെ സമ്പത്ത് പോലും ഇവൾ ചെലവഴിക്കരുത്. അത്രയും ഹക്കുണ്ട് ഭാര്യമാർക്ക് ഭർത്താവിനോട്. അത് നമ്മളെ പെണ്ണുകൾ ശ്രദ്ധിക്കുക. നേരെ തിരിച്ച് ഇങ്ങോട്ടുമുണ്ട്, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടും ഹക്കുണ്ട്. ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ. ഒരു പെണ്ണ് 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ, വസാമത് ശഹറഹ, റമളാൻ മാസത്തിന്റെ നോമ്പ് കൃത്യമായിട്ട് എടുത്താൽ, വഹഫിളത് ഫർജഹ, അവളുടെ മാനം അവളുടെ ശരീരം അവൾ സംരക്ഷിച്ചാൽ, വഅതാഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിച്ചാൽ, ഖീല ലഹാ ഉദ്ഖുലി അൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. അവളോട് നാളെ ആഖിറത്തിൽ പറയപ്പെടും, സ്വർഗത്തിലുള്ള നീ ഉദ്ദേശിക്കുന്ന ഏത് വാതിലിലൂടെയും നീ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അവരോട് പറയപ്പെടും. അപ്പം നിസ്കാരം, നോമ്പ്, അവളുടെ ശരീരത്തെ സംരക്ഷിക്കുക, ഭർത്താവിനെ അനുസരിക്കുക, ഇതാണ് പെണ്ണിന് സ്വർഗപ്രവേശനം കിട്ടാനുള്ള അമലുകൾ. സകാത്തില്ല, ജിഹാദില്ല, ഹജ്ജില്ല, അതൊക്കെ സമ്പത്ത് ഉണ്ടെങ്കിൽ പിന്നെ മതി. അവൾ നിർബന്ധമായിട്ട് അവളുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ട 4 അമലുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചു. നേരെ തിരിച്ച് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് ചില ഹക്കുകളുണ്ട്, ബാധ്യതകളുണ്ട്. ഒന്ന്, അവരെ സ്നേഹിക്കുക. അവർ നിങ്ങൾക്ക് കീഴുള്ളവരാണ്. അവർ സ്നേഹം ആഗ്രഹിക്കുന്നവളാണ്. സ്നേഹവും ലാളനയും പരിചരണവും അതൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങൾ അതെന്ന് അവർക്ക് നൽകുക, വേണ്ടവോളം നൽകുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാർക്കും അത് നൽകിയിട്ടുണ്ട്. ഒരാൾക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ പരാതി ഉണ്ടായിട്ടില്ല, സമയം കൊടുത്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. അതിന് ഏറ്റവും വലിയ സ്ഥാനമാണ്. അതിനേക്കാൾ വലിയ ജോലി ദുനിയാവിൽ വേറെ ഇല്ല. റിസാലത്ത് എന്ന വലിയ ദൗത്യം. റസൂല് മദീനയിലെ രാജാവാണ്. റസൂലിന്റെ കീഴിലാണ് ആ സമൂഹം ജീവിക്കുന്നത്. യുദ്ധത്തിന് പോകും അല്ലാഹുവിന്റെ റസൂല് ഖായിദാണ്, യുദ്ധത്തിന്റെ നേതാവാണ്, പടനായകനാണ്. പക്ഷെ എന്നാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് മുമ്പിൽ ഒരു ഭർത്താവായി ജീവിച്ചു. നമ്മൾ ദുനിയാവിന്റെ ഏത് മേഖലയിലാണെങ്കിലും വലിയ കച്ചവടക്കാരനാണ്, വലിയ തിരക്കുള്ള ആളാണ്, വലിയ ജോലിയുള്ള ആളാണ്. എന്നാലും നമ്മുടെ ഭാര്യമാർക്ക് മുമ്പിൽ നമ്മളൊരു ഭർത്താവായി ജീവിക്കണം. നമ്മുടെ മക്കൾക്ക് മുമ്പിൽ നമ്മളൊരു പിതാവായി ജീവിക്കണം. അതുകൊണ്ടാണ് അവിടെയാണ് സന്തോഷവും ഐക്യവും
ആ കുടുംബത്തിലുണ്ടാവും. കെട്ടുറപ്പുള്ള കുടുംബമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. പരസ്പര വിശ്വാസം വേണം, വഞ്ചിക്കാൻ പാടില്ല. ഏത് രീതിയിലും ഒരു രീതിയിലും ഭാര്യമാരെ വഞ്ചിക്കരുത്. കാരണം അവർ നിങ്ങളിൽ നിന്നാണ് എല്ലാം പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്ക് കീഴിലാണ് അവർ ജീവിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ട്, ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാത്ത ആൾക്കാർ. ചങ്ങാതിമാർക്കും കൂട്ടുകാർക്കൊക്കെ നല്ലോണം കൊടുക്കും, മക്കൾക്കും കൊടുക്കും. ഭാര്യമാർക്ക് കൊടുക്കാൻ വലിയ പ്രയാസമുള്ള ആൾക്കാരുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യമാർക്ക് കൊടുക്കുന്ന ഓരോ ചെലവ് 1 രൂപയാണെങ്കിൽ അത് സ്വതക്കയുടെ പ്രതിഫലമാണ്. അത് സ്വതക്കയാണ്. അത് അള്ളാഹിന്റെ അടുക്കൽ സ്വതക്കയായിട്ടാണ് അള്ളാഹു ഇതാക്കുക. നമ്മുടെ കുടുംബത്തിന് നമ്മൾ ചെലവഴിക്കുന്നത് ഭാര്യമാർക്കുള്ള വസ്ത്രം, അവർക്കുള്ള സൗകര്യങ്ങൾ, അവർക്കുള്ള ഭക്ഷണം, അതൊക്കെ സ്വതക്കയുടെ പ്രതിഫലമായിട്ടാണ് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുന്നത്. അപ്പം നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ വസ്ത്രം ധരിപ്പിക്കുക. അതേപോലെ തന്നെ അവർക്ക് സുരക്ഷിതവും സമാധാനവും കിട്ടുന്ന രീതിയിൽ അവരെ നിങ്ങൾ പാർപ്പിക്കുക. ഒരു നല്ലൊരു വീട് അവർക്കുണ്ടായി കൊടുക്കുക. സുരക്ഷിതമായൊരു അഭയസ്ഥലം നിങ്ങൾ നൽകുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ വലാ തുഖബ്ബിഹ്, ദേഷ്യം പിടിക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ നിങ്ങളോട് സംസാരിക്കരുത്. അത് പെണ്ണ് ആണുങ്ങൾ കീഴാണ്. ഇപ്പം ദേഷ്യം പിടിക്കുന്ന സമയത്ത് നിങ്ങൾ അവരോട് മോശമായി സംസാരിക്കരുത്, ചീത്ത വിളിക്കരുത്. വലാ തദ്രിബിൽ വജ്ഹ, നിങ്ങൾ അവരുടെ മുഖത്തടിക്കരുത്. നിങ്ങളുടെ വീട്ടിലല്ലാതെ നിങ്ങൾ അവരോട് പിണങ്ങി നിൽക്കരുത്. അവരോട് ദേഷ്യം പിടിച്ച് പിണങ്ങി നിൽക്കുമ്പോൾ സ്വാഭാവികമാണ്, പരസ്പരം ദേഷ്യം ഉണ്ടാവും, പിണക്കം ഉണ്ടാവും ദാമ്പത്യത്തിൽ. പക്ഷെ അവരോട് പിണങ്ങി നിൽക്കുന്നത് നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം, പുറത്തുനിന്നാകാൻ പാടില്ല. ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ പരസ്പരം ദേഷ്യം പിടിച്ച് ചീത്തയും വിളിച്ചിട്ട് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അള്ളാഹു പറയട്ടെ. ആൾക്കാർ കേൾക്കുന്ന രീതി ഒച്ചത് ചീത്തയും വിളിച്ച് ഭാര്യയെ മക്കളാക്കിയിട്ട് വേറെ ബസ് കയറി പോവാൻ ദേഷ്യക്കാരാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ പിണങ്ങുന്നുണ്ടെങ്കിൽ, ദേഷ്യം പിടിക്കുന്നത് അത് വീട്ടിന്റെ ഉള്ളിൽ നിന്നാകണം, പുറത്തുനിന്നാകാൻ പാടില്ല. ആ പെണ്ണിന് എത്ര അപമാനമായിരിക്കും അത്. ആ രീതിയിൽ ഭാര്യ ഭർത്ത ബന്ധം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ ബാധ്യതകൾ പൂർണ്ണമായിട്ടും നിറവേറ്റുക. ഭാര്യമാർ അതേപോലെ അവരുടെ ബാധ്യതകളും, ഭർത്താക്കന്മാർ അവരുടെ ബാധ്യതകളും നിറവേറ്റുക. സമയം കൊടുക്കുക, കുടുംബത്തിന് വേണ്ടി സമയം കൊടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സമയം കൊടുത്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഒരു ദിവസം പള്ളിയിൽ ഹബശക്കാരായ ചെറുപ്പക്കാര് അവിടെ ഒരു വിനോദം നടത്തിക്കൊണ്ടിരിക്കുക. ഞാനത് കാണാൻ ആഗ്രഹിച്ചു. അല്ലാഹുവിന്റെ റസൂല് എൻ്റെ മുമ്പിൽ മറയായി നിന്ന് ഞാൻ എൻ്റെ മുഖം, എൻ്റെ താടിയെല്ലാം റസൂലിന്റെ ചുമലിൽ വെച്ച് അത് കണ്ടുകൊണ്ടിരുന്നു. ഞാൻ മതി എന്ന് പറയുന്നത് വരെ റസൂൽ അവിടെ നിന്നു. ആയിഷ പറയാണ്, റസൂൽ എന്നെ ഇടക്കിടക്ക് നോക്കും മതിയായില്ലേ എന്ന രീതിയിൽ. പക്ഷെ എനിക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ എത്ര നിൽക്കുമെന്ന കാണാൻ, അത് മനസ്സിലാക്കാൻ ഞാൻ മതിയാവോളം അവിടെ നിന്നു. എന്നിട്ട് ഞാൻ മതി എന്ന് പറയുന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി സമയം കൊടുത്തു. ഭാര്യമാർ അത് കണ്ടു, അത് ബോധിച്ചു. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുമ്പോൾ ഭാര്യമാർക്കിടയിൽ നെറുക്കിടും. ആരാണോ വീണത് അവരെയാണ് യാത്ര ഒന്നായിട്ട് കൂട്ടുക. അപ്പൊ അന്ന് എന്റെ പേര് വീണു, റസൂൽ എന്നെ യാത്രയിൽ കൂട്ടി. ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പോക്കാണ്. അപ്പൊ വഴിയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറഞ്ഞു. സഹാബാക്കളെ മുന്നോട്ട് പോയി. ഞാനും അല്ലാഹുവിന്റെ റസൂൽ മാത്രം ബാക്കിയായി. റസൂലും ഞാനും ഒരു ഓട്ട മത്സരം നടത്തി. ആദ്യ പ്രാവശ്യം ഞാൻ ജയിച്ചു. പിന്നെയും വർഷങ്ങൾക്ക് ശേഷം ഇതേ ഒരു ഓട്ട മത്സരം നടത്തിയപ്പം ഞാൻ പരാജയപ്പെട്ടു, റസൂല് ജയിച്ചു. എനിക്ക് സങ്കടം വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്നെ സമാധാനപ്പെടുത്തി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, റസൂൽ യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്സ് 53 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭാര്യമാർക്കിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആരാണെങ്കിലും നമ്മളൊരു ഭർത്താവായിട്ട് ജീവിക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം.
അത് എത്ര പ്രായമാണെങ്കിലും ശരി, വയസ്സായാലും ശരി, ചെറുപ്പക്കാരാണെങ്കിലും ശരി, അതൊക്കെയാണ് ഭാര്യമാര് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പം ആ ഒരു ഖുത്ബയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു, ഫഇൻ ഫഅൽന ദാലിക, ഭാര്യമാർ ഒരിക്കലും ഭർത്താക്കന്മാരെ ചതിക്കാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. ഇനി അവരങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്തിനെങ്കിൽ നിങ്ങൾ അവരെ അടിക്കണം, പക്ഷെ ശരീരത്തിന് മുറിവേൽക്കുന്ന രീതിയിലാകാൻ പാടില്ല. പെണ്ണുങ്ങൾ അടിക്കാൻ ആ ഒരു അവസരത്തിൽ മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയിട്ടുള്ളൂ. എന്തെങ്കിലും വേണ്ടാധീനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഉപദേശിക്കുക, പിന്നെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തുക, പിന്നെയും നന്നായിട്ടില്ലെങ്കിൽ അവർക്ക് മുറിവേൽക്കാത്ത രീതിയിൽ നിങ്ങൾ അവരെ അടിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു വലിയ ബാധ്യതയാണ് അവർക്ക് വേണ്ട സൗകര്യമുള്ള പാർപ്പിടം, അതുപോലെ തന്നെ അവരുടെ വസ്ത്രം, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം. ഈ 3 കാര്യങ്ങളും ഒരു പരാതി ഒരു ഭാര്യമാർക്ക് ഉണ്ടാകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഈ കുടുംബപരമായ കാര്യങ്ങൾ അല്ലാഹു റസൂൽ ഉപദേശിച്ചു. 4-മതായിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് നമ്മുടെ ദീനാണ്, നമ്മുടെ ആദർശമാണ്. അവസാനമായിട്ട് ഖദ് തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ ഇൻ ഇഅ്തസംതും ബിഹിമാ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ട് പോവാൻ, അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല, നിങ്ങൾ ദലാലത്തിലാവുകയില്ല. കിതാബ് അല്ലാഹി വസുന്നത റസൂലി, ഒന്ന് അല്ലാഹുവിന്റെ കിതാബും 2 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. നമ്മുടെ ആദർശമാണ്. നമ്മുടെ ദീൻ ഈ 2 കാര്യങ്ങളിലാണ് നിലകൊള്ളുന്നത്. ഒന്ന് അല്ലാഹുവിന്റെ കിതാബ്, 2 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. നമ്മൾ ദീനായിട്ട് എന്ത് ആചരിക്കുന്നുണ്ടെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിലും അത് കിതാബിന്റെയോ അല്ലെങ്കിൽ സുന്നത്തിന്റെയോ പിൻബലത്തിലായിരിക്കും. ഇനി രണ്ടാമത്തത്, ആ കിതാബിനെയും ആ സുന്നത്തിനെ നമ്മൾ സമീപിക്കുന്നത് സഹാബാക്കൾ സമീപിച്ചതുപോലെ ആയിരിക്കും. അതുകൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ദീൻ ഖുർആനും സുന്നത്തുമാണ്. രണ്ടാമത്തേത്, ആ ഖുർആനെയും സുന്നത്തിനെ നമ്മൾ സമീപിക്കുന്നത് സഹാബാക്കൾ അതിനെ സമീപിച്ചതുപോലെ ആയിരിക്കും. ഈ 2 കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ദീനിൽ. ഈ 3 കാര്യങ്ങൾ ഉപദേശിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറഞ്ഞു, സഹാബാക്കളെ, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും. വഅൻതും തുസ്അലൂന അന്നി, എന്നെ സംബന്ധിച്ച് നിങ്ങളോട് നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദിക്കും. ഫമാ അൻതും ഖായിലൂൻ, അപ്പോൾ എന്നെ പറ്റി നിങ്ങൾ എന്താണ് അല്ലാഹുവോട് പറയുക? സഹാബാക്കൾ പറഞ്ഞു, ഖദ് ബല്ലഗ്ത, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം താങ്കൾ നമുക്ക് എത്തിച്ചെന്നിരിക്കുന്നു. വഅദ്ദൈത, താങ്കൾക്ക് അല്ലാഹു ഏൽപ്പിച്ച റിസാലത്ത് എന്ന ദൗത്യം താങ്കൾ പൂർത്തീകരിച്ചിരിക്കുന്നു. വനസഹ്ത, താങ്കൾ വളരെ നസീഹത്തോടെ ഈ ഉമ്മത്തിനെ ഗുണകാംക്ഷിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ സഹാബാക്കൾ എടുത്തു പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചൂണ്ടുവിരൽ സഹാബാക്കളിലേക്കും ആകാശത്തേക്കും ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണെന്ന് പറയുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുതുബ അവസാനിപ്പിക്കുന്നത്. അഥവാ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും റസൂൽ ഉപദേശിച്ചു, എല്ലാ മേഖലയിലുള്ള ഉപദേശം. അവസാനം ആദർശത്തെ പറ്റിയും പറഞ്ഞു. ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ ജീവിതത്തിന്റെ നിധാനം. അതും പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുതുബ അവസാനിപ്പിച്ചത്. ഇത് ചെറിയൊരു ഭാഗം മാത്രമാണ്. മറ്റുള്ള റിവായത്തുകളിൽ ഇതിനേക്കാൾ വിശാലമായിട്ട് എന്തുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ വന്നിട്ടുണ്ട്. ചെറിയ സമയത്ത് ഈ ചെറിയ രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പോരായ്മകൾ, തിന്മകൾ
അതൊക്കെ പരിഹരിച്ച് നമ്മുടെ മുത്തഖീങ്ങളായ അടിമകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.